ഒരു സഹാബി അബൂ തദാഹത്ത് ഒരു ആയത്ത് കേട്ടു. അതിൽ പറയുന്നത്, മന്ദിരം കൊണ്ടുവരുന്നവർക്കും അല്ലാഹുവിന്റെ ഭരണത്തിന് കീഴിൽ ഹസനൻ ഫസായിൽ ഉള്ളവനും ഖസീറായും ആയിരിക്കും. അപ്പോൾ ആ അൻസാരി സഹാബി ആ ആയത്ത് കേട്ടു. അവൻ ഓടിയോടി അബൂ തദാഹത്തിനെ സമീപിച്ചു. ഇന്ന് ഒരു അത്ഭുതമായ ആയത്ത് വന്നിരിക്കുന്നു. അല്ലാഹു എന്താണ് പറയുന്നത്? ആരെങ്കിലും എന്നെ കടം കൊടുക്കുമോ, ഞാൻ അതിന് പലമടക്കം തിരികെ നൽകാം. അപ്പോൾ അബൂ തദാഹത്ത് വന്നു. ഓടിയോടി, യാ റസൂലല്ലാഹ്, അല്ലാഹു ഇതാണ് പറഞ്ഞത്, എന്നെ കടം കൊടുക്കൂ, ഞാൻ തിരികെ നൽകാം എന്ന്. അതെ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന് എന്താണ് കടം ചോദിക്കേണ്ടത്? അല്ലാഹു ആഗ്രഹിക്കുന്നത് അതിന് പകരം അല്ലാഹു നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ശരി, ഞാൻ അല്ലാഹുവിന്റെ പേരിൽ കൊടുത്താൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യുമോ? എന്റെ സ്വർഗത്തിന്റെ വാഗ്ദാനം, എന്റെ ഭാര്യയുടെ സ്വർഗത്തിന്റെ വാഗ്ദാനം, എന്റെ കുട്ടികളുടെ സ്വർഗത്തിന്റെ വാഗ്ദാനം. അബൂ തദാഹത്ത്, നീ കൂടുതലായി ചോദിച്ചു കൊണ്ടിരിക്കുന്നു, പക്ഷേ നിന്റെ കുട്ടികൾക്കായും യാ റസൂലല്ലാഹ് കൈ നീട്ടി ചോദിക്കുന്നു. എന്റെ 2 തോട്ടങ്ങൾ ഉണ്ട്, രണ്ടും അല്ലാഹുവിന്റെ പേരിൽ സദ്ഖ ചെയ്യുന്നു. ഇല്ല, ഒന്ന് കൊടുക്കൂ, ഒന്ന് വയ്ക്കൂ, ഒന്ന് കുട്ടികൾക്കായി വയ്ക്കൂ, ഒന്ന് അല്ലാഹുവിന്റെ പേരിൽ കൊടുക്കൂ. ശരി, എങ്കിൽ എന്റെ ആ തോട്ടം, അതിൽ 600 ഈന്തപ്പഴം മരങ്ങൾ ഉണ്ട്, അത് ഞാൻ അല്ലാഹുവിന് സമർപ്പിച്ചു. ശരിയാണ്, നീയും നിന്റെ കുട്ടികളും നിന്റെ ഭാര്യയും പോകൂ സ്വർഗത്തിലേക്ക്. അവൻ അവിടെ നിന്ന് ഓടിയെത്തി. തോട്ടത്തിൽ കയറിയില്ല, പുറത്തുനിന്നു നിന്നു. അകത്ത് കയറി നിയത്ത് മാറിപ്പോകുമോ എന്ന് ഭയപ്പെട്ടു. പലരും ഇടപാടിൽ നിന്ന് മാറും. എല്ലാവരും ലറ്റുപോലെയാണ്. പണം കുറച്ചു കൂടിയാൽ ഇടപാടിൽ മാറ്റം വേണം, പണം കുറയുമ്പോഴും ഇടപാടിൽ മാറ്റം വേണം. വിശ്വാസവും നാവിന്റെ വാക്കും ഒന്നുമല്ലെന്ന് പോലെ പണമാണ് ദൈവമാക്കുന്നത്. പണത്തിനു പിന്നിൽ വിശ്വാസവും വിൽപ്പനയാകുന്നു, മാനവും വിൽപ്പനയാകുന്നു, ഗരീബിയും വിൽപ്പനയാകുന്നു. എന്റെ നബി ഇച്ചു എന്റെ ഉമ്മത്ത് എല്ലാ പാപവും ചെയ്യാം, പക്ഷേ ഒരു പൊള്ളത്തും പറയാൻ കഴിയില്ല, ഒരു വഞ്ചനയും ചെയ്യാൻ കഴിയില്ല.